പക്ഷേ ഇത്രയൊക്കെ പറയുമ്പം ഇനിയുള്ള 10 ചോദ്യങ്ങൾ ഞങ്ങളുടെ ഒരു 20 വയസ്സുള്ള 100 ചോദ്യങ്ങൾ 20 വയസ്സുള്ള കുട്ടികളാണ്. ചേട്ടാ ഇതിൽ ലൈറ്റർ ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, തമാശ കലർന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തമാശയാണ് ഇഷ്ടം. ഓക്കെ. വാവ സുരേഷ് ഏട്ടന് പ്രപ്പോസൽസ് വരാറുണ്ടോ? അതായത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രണയാഭ്യർത്ഥനയായി, കാരണം ചെയ്യുന്നത് ഏറ്റവും വലിയ എന്നെ പിള്ളേരെ കൊണ്ട് ഇടി വാങ്ങിപ്പിച്ചേരല്ലേ. അല്ല, ഏതെങ്കിലും വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പ്രണയാഭ്യർത്ഥന വരുന്നുണ്ട്. ഇഷ്ടം പോലെ. പിന്നെ എന്താ ഒന്നും കൈ കൊടുക്കാൻ നിൽക്കുന്നത്? അല്ല, എന്താ കാര്യം എന്നറിയാമോ, ഞാനിപ്പം ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്, മറ്റൊരാളിനെ കൂടെ വലിച്ചതിനകത്തോണ്ടിടണം. ഞാനിപ്പോൾ ഒരു കുഴിയിൽ, ഇപ്പം ഞാൻ ഈ ജീവിതം കൊണ്ട് ഇനി അങ്ങോട്ട് അധികം മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ കുറേ കണക്കൂട്ടലുണ്ട്, അതിലേക്ക് കൂടി ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന എന്താ പറയുക സപ്പോർട്ടുകൾ അവർക്ക് ബുദ്ധിമുട്ടായി മാറും, ഇനി യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇനി കല്യാണം ഉണ്ടാവില്ല ലൈഫിൽ? ഒരിക്കലും ഉണ്ടാകത്തില്ല. പ്രേമത്തെക്കുറിച്ചൊന്നും പറയണ്ട, 100 കണക്കിന് കേട്ടോ. ഈ കരടിയുടെ കളറിങ്ങനെ എനിക്ക് തന്നെ ഇങ്ങനെ അപ്പോൾ കാണാൻ കൊള്ളുന്നുള്ള നിങ്ങളെയൊക്കെ ഉള്ളവരുടെ അവസ്ഥ എന്നാലും ചോദിക്കുക. എനിക്കൊന്നും വരുന്നില്ല. ഇതാണ്ട് ഇവിടെ നമ്മളെ മുന്നിൽ നിൽക്കുന്ന കുറേ വെളുത്തവരുണ്ടല്ലോ, അവരുടെയൊക്കെ അവസ്ഥ എന്താ ചോദിക്കുക. അറിയാത്ത ഫുൾ ടൈം ഫുൾ ടൈം മൊബൈലിലായിരിക്കുമെന്നേ. എനിക്ക് തന്നെ മൊബൈൽ വയ്ക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് പ്രണയം എങ്ങനെയെങ്കിലും സുരേഷ് ചേട്ടാ ജീവിതത്തിലേക്ക് എന്നെ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് എന്ത് പറയും? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കണ്ടല്ലോ, ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ, പക്ഷെ പലരും ഞാൻ ജീവിതത്തിൽ കൂട്ടണമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ആലോചിച്ച് കുറച്ച് ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, പിന്നെ നമ്മളായിട്ട് അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ അവർക്ക് ബുദ്ധിമുട്ട്. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ മേഖല ഇതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പെട്ടെന്നൊരു അപകടം പറ്റിയാൽ ഇപ്പോൾ ഞാൻ ഇല്ലാതായിപ്പോയി, അപ്പോൾ അവർക്ക് പിന്നെ ഒരു ജീവിതം ഇല്ലാതായി. അതുകൊണ്ട് ഞാൻ ആർക്ക് ശല്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാളത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നാണ്. മാളത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇഷ്ടം പോലെ അവർ വിളിച്ചിട്ടുണ്ട്, എന്താ പറയുക, കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രണയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യമായിട്ട് ഉള്ളവരും തുറന്നു പറയാം കേട്ടോ, ഞാൻ ഇത് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ. പിന്നെ എന്താ പറയുക, പിന്നെ ഇത് ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്തയും കൂടി ഉണ്ട്. എന്താ പറയുക, ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. കാരണം ഒന്നിൽ പത്രത്തിൽ വാർത്ത വരുമ്പോൾ ജനങ്ങൾക്ക് ചില ആൾക്കാർക്ക് തോന്നുന്ന ഒരു ആരാധന, അതാണ് കൂടുതലും. അതിനൊന്നും എന്താ പറയുക, അധികം നാൾ പോകത്തില്ല. അത് എനിക്ക് പല ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. പല സിനി നടന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതിന് വില കൽപ്പിക്കാത്തവരാണ്. അപ്പോൾ ഇത് ഞാൻ തമാശ രൂപേണ പറഞ്ഞ് കളിയാക്കി പോകുന്ന ഒരാളാണ്. ആ ഒരു മെത്തേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ വിവാഹം പ്രതീക്ഷിക്കേണ്ട ചേട്ടൻ പറയണു. ഏതെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു പാമ്പുണ്ടോ ലൈഫിൽ? അതായത് ഇവൻ വലിയ പ്രശ്നക്കാരനൊന്നും അല്ലാന്ന് കയറി ചേട്ടനൊന്നും തൊടുക, ഭയങ്കരമായിട്ടും പ്രതീക്ഷിക്കാത്ത 100%. ഞാനൊക്കെ കിങ് ഓവറൊക്കെ വെച്ച് കളിക്കുന്നുണ്ടല്ലോ. ഞാൻ കിങ് ഓവറൊക്കെ വെച്ച് കളിച്ചതിന് ശേഷം ഇന്ന് ഒരുപാട് എന്നെ അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, കഴുത്തി പിടിക്കുന്നൊക്കെ എവിടെയാണ്. നിങ്ങൾക്ക് വിദേശത്തായിരുന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴാണ്. ഞാൻ നന്നായിട്ട് ഞാൻ ആസ്വദിച്ച്, എനിക്ക് ഏറ്റവും വലിയ ലഹരി എന്നത് എൻ്റെ രാജവെമ്പാലാണ്. രാജവെമ്പാലയോ? രാജവെമ്പാല. ഞാൻ 238 രാജവെമ്പാല പിടികൂടി. എല്ലാവരെയും ഞാൻ ഒരുപാട് ആസ്വദിച്ച് കളിച്ചിട്ടേ വിട്ടിട്ടുള്ളൂ. ആസ്വദിച്ച് കൊണ്ട് നടന്ന് കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് തോളിലൊക്കെ വെച്ച് കഴുത്ത് ചുറ്റിയിട്ട് പത്തി എടുത്ത് വെച്ചിട്ട് ഫോട്ടോസ് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയൊക്കെ നല്ല ആസ്വദിച്ച്. അപ്പോൾ എനിക്കതൊരു ലഹരിയാണ്. അത് എന്താ പറയുക, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വലിയ നഷ്ടമാണ്, ഭയങ്കര വിഷമമാണ്. രാജവെമ്പാലയാണ് ഏട്ടന് ഇഷ്ടം തോന്നുന്നല്ലേ? എനിക്ക് മൂർഖനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മൂർഖൻ്റെ കടയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ രാജവെമ്പാല എന്ന് പറഞ്ഞ സാധനം ഷൈ സ്നേക്കാണ്, നാണം കുടിയാണ്. കാരണം അവൻ അങ്ങനെ ആരെയും കടിക്കാറില്ല. പക്ഷേ അവനെ വെച്ച് കളിക്കുന്നത് അപകടമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കേരളത്തിൽ രാജവെമ്പാല കടിയേറ്റു 2 സംഭവം ഉണ്ടായി. രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ വാർത്ത വന്നിട്ടുണ്ടോ? വനം വകുപ്പിലാണ്. മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല. എല്ലാവരും പറഞ്ഞ് എന്നെ ഒളിച്ചു വയ്ക്കുന്നു. ഞാൻ അറിഞ്ഞാൽ ഇതെന്തോ വലിയ സംഭവമാക്കണം. എനിക്കെന്തായിരിക്കണം. ഇപ്പോൾ രാജവെമ്പാല അവരെ പഠിക്കണ്ടേ? അതാണ് ഞാൻ ചോദിച്ചാൽ ആ രണ്ടുപേരും പഠിക്കണം. എത്ര ആൻറ്റിവനം കൊടുത്തു, എത്ര സമയം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി, എവിടെയാണ് കടി കിട്ടിയത്, ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് പഠനം ഉണ്ടാകേണ്ടത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട അധികാരികളുണ്ട്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ടുണ്ട്, അധികാരി. ഈ 10 വർഷം നമുക്ക് വനം വകുപ്പിൻ്റെ മന്ത്രി എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ. ഇനി ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞല്ല, ഞാൻ 2-3 പ്രാവശ്യം സമീപിച്ചിട്ട് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല 2 മന്ത്രിമാരെ കൊണ്ട്. എല്ലാവരും പറഞ്ഞു ഇനിയൊരു നല്ല മന്ത്രി ഉണ്ടാവണം വനം വകുപ്പിന്, നല്ലൊരു മന്ത്രി. അത് ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട്, മൃഗങ്ങളെ കണ്ടുകൊണ്ട്, കാടിനെയും സംരക്ഷിക്കുന്ന എല്ലാം ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മൃഗങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്ന ഒരാളായിരിക്കണം. അതിലുപരി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണം. ഇതില്ലെങ്കിലോ, പാമ്പില്ലെങ്കിൽ വരുന്ന മാരകമായ ആപത്ത് എന്താണെന്നറിയാമോ? പാമ്പ് എക്കോസിസ്റ്റത്തിന് അനിവാര്യമാണ്.
അനിവാര്യമാണ്. ഇപ്പോൾ കോഴിമുട്ട ഇടുന്നു, ഇപ്പോൾ നമ്മൾ കോഴിമുട്ട വാങ്ങിച്ച് കഴിക്കുന്നു. കോഴിമുട്ടയ്ക്കകത്ത് മാരകമായ അപകടമുണ്ട്. കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് കുത്തിവെച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് ഇഞ്ചെക്ട് ചെയ്താൽ ഞാൻ 2015 പറഞ്ഞാൽ കോഴിമുട്ടയുടെ വെള്ള പാമ്പിൻ്റെ പ്രോട്ടീൻ പോലെയാണ്, എടുത്ത് ഇഞ്ചെക്ട് ചെയ്താൽ മരണപ്പെടുമെന്ന് പറഞ്ഞു. ഞാനേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ എല്ലാവരും എത്തിപ്പിടിക്കുന്നു. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റിനകത്ത് പാമ്പെടുത്തു, ഇപ്പോൾ ഹെൽമെറ്റിനകത്ത് മൊത്തം പാമ്പാണ്. ഞാൻ കുടത്തിനകത്ത് പാമ്പെടുത്തു, പിന്നെ കുടത്തിനകത്ത് മൊത്തം പാമ്പ്. എവിടെ തിരിഞ്ഞാലും കുടത്ത്. എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുടത്തിനകത്ത് പാമ്പ്, ഹെൽമെറ്റിനകത്ത് പാമ്പ്, ചെരുപ്പിനകത്ത് പാമ്പ്. ഞാൻ ചെരുപ്പിന് കരിക്കാന്ന് എടുത്ത് അതിനുശേഷം പിന്നെ ചെരുപ്പിനകത്ത് മൊത്തം പാമ്പ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ ഒരു ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഫ്രിഡ്ജിനകത്ത് പാമ്പ്. ഫ്രിഡ്ജിനകത്ത് പാമ്പിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും നമ്പർ ഓഫ് പാമ്പ് ഇങ്ങനെ പെറ്റ് കിടക്കുന്നുണ്ടത് എത്ര നമ്പർ വരുന്നുണ്ട് കേട്ടോ? എൻ്റെ 60 എണ്ണം പ്രസവിച്ചു. 60 ആലപ്പുഴയിൽ നിന്നാണെങ്കിൽ 60 പ്രസവിച്ചു. ഒരാളിൽ 58 മുട്ട, മൂർക്കം 58 മുട്ടയിട്ടു. അതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ. അതല്ല, പിന്നെ ഞാൻ 1000-ഓളം മുട്ടയുള്ള കുഞ്ഞുങ്ങൾ എല്ലാ വർഷവും വിരിയിക്കാറുണ്ട്. ഇപ്പം ഞാൻ ലോഡ്ജിലായതുകൊണ്ടാണ് അതിനുള്ള അവസരം ഉണ്ടാകാത്ത. മണിക്കൂറുകൾ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്നും വേണം പറഞ്ഞു മരണത്തേക്ക് ഇങ്ങനെ മുന്നിൽ കണ്ട് അതിലേക്ക് നടക്കുന്നു ഒന്നും പാടില്ല. ഞങ്ങൾക്ക് കേരളത്തിന് വേണം, ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങൾക്ക് ഒരു വാവ സുരേഷേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഏട്ടാ ഫോർ കമ്മിങ് ഓവർ. സന്തോഷം.